നല്ല പാനിപ്പൂരി ആയിരുന്നല്ലേടി? അടിപൊളിയായിരുന്നു. ഭയ്യക്ക് ഇത്ര പൈസ? 100 രൂപ ചേച്ചി. 2 പ്ലേറ്റ് പാനിപ്പൂരിക്ക് 100 രൂപയോ? ഷടാ, എന്നിട്ട് ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. എടി നിനക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമുക്കിനി ഈ കടയിൽ വരണ്ടെന്ന്. എടി അതല്ല, ഇതൊക്കെ ഒരു ബിസിനസ് സ്ട്രാറ്റജി അല്ലേ? നീ മനസ്സിലാവുന്ന പോലെ പറ. നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഹിന്ദിക്കാർ ചേട്ടന്മാരെ ഇറക്കുന്നു. പാനിപ്പൂരിക്ക് പകരം സർബത്ത് പൂരി എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരുന്നു. കുറച്ച് ഫുഡ് വ്ളോഗേഴ്സിനെ കൊണ്ട് വ്ളോഗ് എടുപ്പിക്കുന്നു. സാധനം വൈറലാവുന്നു, നമ്മൾ ഫേമസ് ആവുന്നു, പിന്നെ നമ്മൾ റിച്ച് ആവുന്നു. എടി ബിസിനസ് മാഗ്നറ്റ് നീതു മോളെ, നീ പാനിപ്പൂരിയുടെ പൈസ കൊടുക്കണേ. ഷടാ, എന്റെ പൊന്നോ, ഈ മുടിയുടെ അറ്റം ഇച്ചിരി മുറിക്കാൻ ആ ചേച്ചി 1500 രൂപയടി വാങ്ങിയേ. ആണെന്നേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം 5 ആള് വന്ന ആ ചേച്ചിക്ക് എത്ര പൈസ കിട്ടും? നീ ആലോചിക്കടി, എനിക്ക് കണക്ക് ഇഷ്ടല്ല, വെറുപ്പാ. 5 25 ബാക്കി 2 മേളിലായിട്ടും. എടി അതെന്തെങ്കിലും ആവട്ടെ, ഇത്രയും പൈസ കിട്ടുന്നില്ലേടി? പിന്നല്ലാണ്ട്. നമുക്കൊരു പാർലർ ഇട്ടിട്ട് തായ്ലൻഡിൽ നിന്ന് കുറച്ച് ചേച്ചിമാരെ ഇറക്കി ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കൊണ്ട് വ്ളോഗ് എടുപ്പിച്ച്. മതി നടക്കങ്ങോട്ട്. എവിടെ പോയാലും അവളുടെ ഒരു ബിസിനസ് പ്ലാൻ.